ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കവിതയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കവിതയുടെ പേര് രാവണൻ പിടിച്ച പുലിവാൽ. രചന കുഞ്ചൻ നമ്പ്യാർ. ആദ്യം ശീർഷകത്തിൽ നിന്ന് തുടങ്ങാം. രാവണൻ പിടിച്ച പുലിവാൽ. രാവണൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എന്താണ് ഈ പുലിവാല്? ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ പുലിയുടെ വാല് അല്ലേ? പക്ഷെ പുലിയുടെ വാലാണോ ശരിക്കും ഇവിടെ? അതെ, പുലിവാൽ എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. പഴഞ്ചൊല്ല്, കടങ്കഥ ഒക്കെ പോലെ പറയുന്ന ഒരു ശൈലിയാണ് പുലിവാൽ. ശൈലിയിൽ ധാരാളം, ഉദാഹരണത്തിന് കണ്ണിൽ എണ്ണയൊഴിച്ച്, നക്ഷത്രം എണ്ണുക, അതല്ലെങ്കിൽ അറ്റകൈ പ്രയോഗം, അങ്ങാടിപ്പാട്ട്. അപ്പൊ ശൈലി എന്ന് പറഞ്ഞ ശൈലി തന്നെ, ഇത് എൻ്റെ ഒരു ശൈലിയാണ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഒരു ശൈലിയായി മാറിയിട്ടുണ്ട്. പുലിവാൽ എന്നാൽ സ്വയം അപകടത്തിൽ ചാടിയിട്ട് അതിൽ നമ്മൾ പറയില്ലേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നുള്ള ഒരു അവസ്ഥ. അപ്പൊ സ്വയം അപകടത്തിൽ ചാടുന്നതിനെയാണ് പുലിവാൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പുലിവാല് പിടിക്കുക എന്നൊക്കെ പറയാം. സ്വയം അപകടത്തില്, തന്നെത്താൻ അപകടത്തിൽ ചാടിയിട്ട് വലിയ പ്രശ്നത്തിൽ അകപ്പെടുന്നതിനെയാണ് പുലിവാൽ എന്ന് പറയുന്നത്. ബാലി വിജയം എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ രാവണൻ പിടിച്ച പുലിവാൽ. വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി, ഒറ്റവക്കിൽ എടുത്തുചാട്ടം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തി നമ്മളെ വലിയ അപകടത്തിൽ വരെ കൊണ്ടുചെന്നെത്തിക്കും എന്നൊരു വലിയ ആശയമാണ് നമ്പ്യാർ മുൻപോട്ട് വെക്കുന്നത്. ആരാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് ചോദിച്ചാൽ ആദ്യ വാക്കിൽ എല്ലാവരും പറയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ധാരാളം തുള്ളൽ കൃതികൾ രചിച്ചു. ഹാസ്യ കവി, ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച എഴുത്തുകാരൻ. ഒരു ചെറിയ കവിതയാണ്. ആ ഒരു കവിത പുരാണത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ കവിതയിലെ വരികൾ പൂർണ്ണമായി വായിച്ചു നോക്കുക. ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവ കുറിച്ചു വെച്ച് പിന്നീട് വ്യക്തിഗതമായിട്ട് ചോദിക്കുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം രാവണൻ പിടിച്ച പുലിവാൽ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. യെസ്, നമ്മുടെ പാഠത്തിന്റെ പേര് രാവണൻ പിടിച്ച പുലിവാൽ. എന്തുകൊണ്ടാണ് ശീർഷകം എഴുതാൻ ഇത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുത്തത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കവിതയിൽ പ്രധാനമായിട്ട് വരുന്ന 3 കഥാപാത്രങ്ങളിൽ 2 പേരുടെ ചിത്രം നമുക്കിവിടെ കാണാം. ഒന്ന് രാവണൻ, അല്ലെ? രാവണൻ എല്ലാവരും അറിയാം. രാവണൻ ആരെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ആ 10 തലയാണ്. 10 തലയിലുള്ള രാവണൻ. മറ്റൊന്ന് ബാലിയാണ്. ബാലി എന്ന് പറയുന്നത് വാനര രാജാവായ കിഷ്കിന്ധയുടെ രാജാവായ ബാലി. നമുക്ക് അതിലേക്കൊക്കെ എത്താം. ആദ്യം രചയിതാവിനെ അറിഞ്ഞുകൊണ്ട്. കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി, തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവ്. കൊല്ലവർഷം 850 മുതൽ 945 വരെയാണ് ജീവിതകാലം എന്ന് പറയപ്പെടുന്നു. കിള്ളിക്കുരിശുമംഗലം കലക്കത്ത് ഭവനം, ലക്കിടി അല്ലെ, ലക്കിടിയിലെ കലക്കത്ത് ഭവനത്തിലാണ് ജനനമെന്ന്
വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ രചനയില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തില് പറയപ്പെടുന്നു, വിശ്വസിക്കുന്നു, കരുതപ്പെടുന്നു എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ തുടങ്ങിയ പല ആളുകളുടെയും ജീവിതം ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും രീതിയിലാണ് ഇപ്പോഴും നമ്മൾ അറിയുന്നത്. പലരിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളും ഐതിഹ്യങ്ങളും ചേർത്ത് വെച്ച് അവർ തയ്യാറാക്കിയിട്ടുള്ള രചനകളൊക്കെ അവരുടേതാണെന്ന് വിശ്വസിക്കാൻ തക്ക കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് അപ്രകാരം തന്നെ വരുന്നു എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ബാക്കി അവരുടെ ജീവിതത്തെ കുറിച്ച് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു ഐതിഹ്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ പറയപ്പെടുന്നു, ആയിരിക്കാം എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. ചിത്രങ്ങൾ പോലും വരച്ച ചിത്രങ്ങളാണ്, ഫോട്ടോകളല്ല, അല്ലേ? ആരെല്ലാമോ പറഞ്ഞു നൽകിയ അടയാളത്തിന്റെ ഭാഗമായി വരച്ച ചിത്രങ്ങൾ. അമ്പലപ്പുഴയിൽ താമസക്കാലത്ത് ഒരുപാട് തുള്ളൽ കൃതികൾ രചിക്കുകയും തിരുവിതാംകൂർ മഹാരാജാവുമായി സൗഹൃദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡ മഹാരാജാവിന്റെ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ ആശ്രിതനായിരുന്നു. നിരവധി തുള്ളൽ കൃതികൾ രചിച്ചു. ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്ങൻതുള്ളൽ എന്നീ വിഭവങ്ങളായിട്ട് നിരവധി കൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ. സ്യമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, സന്താന ഗോപാലം, സീതാ സ്വയംവരം, ബാലിവിജയം, കല്യാണ സൗഗന്ധികം, കാളിയമർദ്ദനം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്, ഹരിശ്ചന്ദ്ര ചരിത്രം, സഭാപ്രവേശം പ്രധാനപ്പെട്ട കൃതികളിൽ ചിലത് മാത്രമാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലെ മുഖമുദ്ര. മലയാളത്തിന്റെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണ്, അല്ലെങ്കിൽ അഗ്രഗണനീയനാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അഗ്രഗണ്യൻ അല്ലെങ്കിൽ അഗ്രഗണനീയനാണ് കുഞ്ചൻ നമ്പ്യാർ. ഇത് മിഴാവാണ്, ഒരു വ്യക്തി മിഴാവ് കൊട്ടുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ചിത്രം ഇവിടെ നൽകാൻ മറ്റൊരു കാരണമുണ്ട്. എന്താന്ന് മനസ്സിലായോ? അതായത് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുവാനിടയായ ഒരു ഐതിഹ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കഥയുണ്ട്. അറിയുമോ? കുഞ്ചൻ നമ്പ്യാർ ഇത്തരത്തിലൊരു കലാരൂപം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പലയിടത്തും നമുക്ക് കാണാം. ഒരൊറ്റ രാത്രി കൊണ്ട് കുഞ്ചൻ നമ്പ്യാർ ഉണ്ടാക്കിയതാണ് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം എന്ന് പലയിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ വിശദമാക്കി പറഞ്ഞാൽ മറ്റൊരു കലാരൂപമാണ് കൂടിയാട്ടം. കേട്ടിട്ടുണ്ടാവുമല്ലോ, കൂടിയാട്ടം. പണ്ട് കാലത്ത് കൂടിയാട്ടത്തിന് മിഴാവ് കൊട്ടുന്ന വിദ്വാനായിരുന്നു നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. അന്ന് മാത്രമല്ല, നമ്പ്യാർമാരാണ് നമ്മുടെ ചാക്യാർകൂത്തിനും മറ്റും മിഴാവ് എന്ന് പറയുന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്നു. സാധാരണയായി പുലർക്കാലത്തും രാത്രി വൈകിയ വേളയിലുമൊക്കെ നടക്കുന്ന കൂത്തിന് മിഴാവ് കൊട്ടിക്കൊട്ടി ഒരുപാട് ദിവസങ്ങളോളം ഉറക്കമൊഴിഞ്ഞുള്ള പരിപാടിയിൽ ക്ഷീണിതനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഈ ചാക്യാർകൂത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ചാക്യാർകൂത്തിന് ഒരു കഥയുണ്ടെങ്കിലും കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ല. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചാക്യാർക്ക് വേണമെങ്കിൽ വേദിയിലുള്ളവരുമായി സംവദിക്കാം, വേദിയിലുള്ളവരെ കുറിച്ച് പറയാം, ഒക്കെ ചെയ്യാം.
അതായത് ഉദാഹരണത്തിന് ചാക്യാർ ഇങ്ങനെ കഥ പറയാം. ചാക്യാരുടെ കഥാവതരണത്തിന് പോലും ഒരു ഭംഗിയുണ്ട്. അപ്പോ ഒരു കഥ ഇങ്ങനെയാണ്. ഞാൻ ചാക്യാർ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. മഹാരാജാവായ നളന്റെ ചിന്തയിൽ അപ്പോഴും നിൽക്കുന്നത് ആരാണ്? ആ ഇത്രയും ആളുകളെല്ലാം വിവരിച്ചു പറഞ്ഞ ദമയന്തി എന്ന് പറഞ്ഞ സുന്ദരിയാണ് അല്ലേ? ആരാപ്പോ മനസ്സിലെന്ന് ചോദിച്ചാൽ ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് രാജാവ് ഇങ്ങനെ നടന്നു പോവുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ദമയന്തിയെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് രാജാവിനൊരു എന്താ രാജാവിനൊട്ട് അവളെ കാണാൻ ഒരു ആഗ്രഹം അല്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ ആ വേദിയിൽ ഇരിക്കുന്ന ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ചാക്യാർ ഇവിടെ കഥ പറയുമ്പോ ആരാ വേദിയിൽ ഇങ്ങനെ സംസാരിക്കണേ? ഏതാ കൊശവൻ? ഇവിടെ നമ്മളെ കഥ ശ്രദ്ധിക്കുക. കഥ പോകുന്നത് എങ്ങോട്ടാ? കഥ ഇപ്പോ എത്തി നിൽക്കുന്നത് നളരാജാവിന്റെ കൊട്ടാരത്തിൽ. നളരാജാവ് ദമയന്തിയെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കണ്ടതിൽ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോ ഇങ്ങനെ സത്യം പറഞ്ഞ വേദിയിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ കളിയാക്കുകയും അല്ലെങ്കിൽ പറയാനും ഒക്കെ ഉള്ളൊരു ഇപ്പൊ ഒരു കഥകളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരൂപത്തിലോ അത്തരത്തിൽ സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചാക്യാർക്ക് അത് പറ്റും. ചാക്യാരുടെ സംവാദ രൂപത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന രൂപത്തിലോ ആളുകളുമായിട്ട് സംവദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കലാരൂപത്തിന്റെ ഒരു എന്താ പറയാ സ്വഭാവം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് രാത്രിയും പകലും ഉറക്കമില്ലാതെ മിഴാവ് കൊട്ടിയിരുന്ന കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ കൂത്തിനിടയിൽ ഒന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. ചാക്യാരുണ്ടോ വിടുന്നു, കണക്കിന് പരിഹസിച്ചു. അതായത് കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിയത് കണ്ടുകൊണ്ട് ചാക്യാർ എന്ത് ചെയ്തു? അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പരിഹസിച്ചു. അതിൽ മനം നൊന്ത് ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതാണ് ഈ പറയുന്ന തുള്ളൽ എന്നാണ് ഐതിഹ്യം. പക്ഷെ ഒരു രാത്രി എന്നതിലുപരി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് നാളുകളായി ഉണ്ടായിരുന്ന ഒരു ആശയം. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? പിറ്റേ ദിവസം ഈ പറയുന്ന ചാക്യാർ കൂത്ത് നടക്കുന്ന വേദിക്ക് മുൻപിലായിട്ട് മറ്റൊരു വേദി തയ്യാറാക്കി അവതരിപ്പിക്കുകയായിരുന്നു. ഒരുപാട് തവണ കണ്ടുമടുത്ത ചാക്യാർ കൂത്തിന് മുൻപിൽ ഇതുവരെ കാണാത്ത ഭംഗിയുള്ള അല്ലെങ്കിൽ ചടുലമായ നൃത്തങ്ങളോട് കൂടിയിട്ടുള്ള അവതരണം കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ചാക്യാർ കൂത്ത് ഒഴിവാക്കി എന്ത് ചെയ്തു? നമ്മുടെ തുള്ളലിലേക്ക് വന്നു എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യ കഥ. അപ്പൊ അതുകൊണ്ടാണ് മിഴാവ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന്റെ ചിത്രം അവിടെ നൽകിയത്. നമുക്ക് ബാക്കി തുടർച്ചയായിട്ട് പോകാം. അപ്പോ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചറിഞ്ഞു. അതുപോലെ തന്നെ തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തു. തുള്ളൽ എന്തെന്ന് ചോദിച്ചാൽ തുള്ളൽ ഒരു കേരളീയ കലയുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് തുള്ളൽ. എല്ലാവരുടെയും ധാരണ ഓട്ടം തുള്ളൽ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഓട്ടം തുള്ളൽ. അങ്ങനെയല്ല, തുള്ളലിൽ 3 വിഭാഗമുണ്ട്: ഓട്ടൻ, പറയൻ, ശീതങ്കൻ. അപ്പോ ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി, കോലങ്ങൾ തുടങ്ങിയ പല കലാരൂപങ്ങളുടെയും അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു അവിയൽ രൂപത്തിലെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കലാരൂപമാണ് നമ്മളുടെ തുള്ളൽ എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാവാണ് സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ. പണ്ട് കാലത്ത് കഥകളി വളരെ പ്രചാരത്തിലുള്ള സമയത്ത് പല ആളുകൾക്കും കഥകളി കണ്ടാൽ മനസ്സിലാവില്ലായിരുന്നു. ഒന്ന് കഥകളിയുടെ എന്താ പറയാ കഥകളിയുടെ മുദ്രകൾ അറിയണം.
അല്ലേ? അതുപോലെ തന്നെ ശ്ലോകമൊക്കെ മനസ്സിലാവണം. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമായിരുന്നു എന്ന് സാരം. ആ സമയത്താണ് നമ്മളുടെ തുള്ളൽ വരുന്നത്. അതോടുകൂടിയിട്ട് തുള്ളലിനെ എല്ലാവരും അറിയപ്പെട്ടിരുന്നത് പാവപ്പെട്ടവന്റെ കഥകളി എന്നായിരുന്നു. പാവപ്പെട്ടവന്റെ കഥകളി, അതായിരുന്നു തുള്ളൽ. തുള്ളൽ 3 തരത്തിലുണ്ട്. ആദ്യത്തേത് ഓട്ടൻ. ഓട്ടൻ തുള്ളൽ, അല്ലേ? ആ ഒരു വേഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം നമ്മുടെ ആ പച്ചവേഷത്തിനോട്, കഥകളിയിലെ പച്ചവേഷത്തിനോട് സാമ്യം തോന്നുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ വേഷവിധാനം കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ചിത്രം നൽകിയിരിക്കുന്നത്. 3ഉം തമ്മിൽ വേഷവിധാനത്തിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി തുടർച്ചയായിട്ട് നമുക്ക് അതിന്റെ വിശദീകരണത്തിൽ കിടക്കാം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണെ, ഈ പറയുന്ന കലാരൂപങ്ങളെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പീരീഡ് കൊണ്ടൊന്നും തീരില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉണ്ടാകും. ഇപ്പോ നമ്മൾ നൽകുന്നത് വെറും ബേസിക് ആയിട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോ ഓട്ടൻ തുള്ളൽ. ഓട്ടൻ തുള്ളൽ കഥകളിയുടെ വേഷത്തിനോട് സാമ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. കിരീടം, ശരീരത്തിനെയും വയറിനെയും മറയ്ക്കുന്ന മാർമാലയും കഴുത്താരവും, കയ്യിൽ തോൾ കൂട്ടം, പരത്തിക്കാമണിയും, അരയിൽ അമ്പലപ്പുഴ കോണകം എന്നറിയപ്പെടുന്ന തുണിനാടൻ കൊണ്ടുണ്ടാക്കിയ പാവാടയും, ഇങ്ങനെ കരമുണ്ടും കാലിൽ ചിലങ്കകൾ, ഇവയൊക്കെയാണ് പ്രധാന വേഷഭൂഷാദികൾ കേട്ടോ. നമ്മളെ വായിക്കുന്ന ഓരോ കാര്യവും ആ ചിത്രത്തിൽ നോക്കിയാൽ പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ കാണുവാനായി സാധിക്കും. തലയിൽ കൊണ്ട കെട്ടി നാഗമണിയുടെ രൂപമുള്ള കിരീടം അണിയുന്നു. മുഖത്ത് മനയോല തേച്ച് ചുട്ടി കുത്തുന്നു. കണ്ണും പുരികവും എഴുതി പൊട്ടുകുത്തുന്നു. ഉരോഭാഗത്ത് ഒരലാരം, കഴുത്താരം, മാർമാല, കയ്യിൽ കടക കങ്കണങ്ങൾ, തോൾപൂട്ട്, കാലിൽ കെച്ചമണി, ഇവയൊക്കെ അണിഞ്ഞ് പാട്ടുകൾ അധികവും ചടുലഗതിയിലുള്ളതാണെന്നും വിശദീകരിക്കുന്നു. കുറച്ച് വേഗത്തിലുള്ളതാണ് ഓട്ടൻ തുള്ളൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണും. ഒന്ന് ഓട്ടൻ, രണ്ടാമത്തേതോ പറയൻ. രണ്ടാമത്തേത് പറയൻ തുള്ളൽ. ഒന്നാമത്തത് ഓട്ടൻ തുള്ളൽ, രണ്ടാമത്തത് പറയൻ തുള്ളൽ. കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഭൂഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ട് തന്നെയാണ്, രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്, അല്ലെ? കാണുന്നില്ലയോ? യെസ്. യെസ്, പറയൻ തുള്ളൽ പ്രഭാതത്തിൽ അരങ്ങേറുന്ന തുള്ളൽ. മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പതിഞ്ഞ ഈണവും താളവുമാണ് ഉള്ളത്. പിന്നെ മല്ലിക എന്ന സംസ്കൃത വൃത്തമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പിന്നീട് പറയുന്ന രീതിയിലുള്ള പാട്ട് സമ്പ്രദായം പിന്തുടരുന്നത് കൊണ്ടാണ് പറയൻ തുള്ളൽ എന്ന പേര് കിട്ടിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആംഗ്യങ്ങൾ ഉപയോഗിച്ച് അവതാരകൻ പാട്ടിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ടാണ് കലാരൂപം. നൃത്തം വളരെ കുറവാണ്. കിരീടം കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തിൻ്റെത് പോലെയും ചന്ദനം പൂശും. ചിത്രത്തിലേക്ക് നോക്കൂ. ചന്ദനം, അതുപോലെ തന്നെ കണ്ണെഴുത്ത്, പുരികമെഴുത്ത്, ഇവയെല്ലാം തന്നെ ഉണ്ട്. അരയിൽ കച്ചകെട്ടിന് പകരം മുണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഉടുത്തിരിക്കുന്നു. കെച്ചമണി ഉണ്ട്, പക്ഷെ അതൊരു കാലിൽ മാത്രമാണ് അണിയുന്നത്. മൂന്നാമത്തേത് ഓട്ടൻ കഴിഞ്ഞു, പറയൻ കഴിഞ്ഞു. മൂന്നാമത്തേത് ശീതങ്കൻ തുള്ളൽ. തീർത്തും പറയൻ തുള്ളലിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് ശീതങ്കൻ തുള്ളലിന്റെ വേഷവിധാരണം, അല്ലെ? വേഷവിധാനം നോക്കൂ. കുരുത്തോല കൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കി. മുഖമെഴുത്തൊക്കെ മാറ്റമുണ്ട് ശീതങ്കൻ തുള്ളലിൽ. അപ്പോ കേരളത്തിലെ ക്ഷേത്ര കലാരൂപത്തിൽ പെട്ട ഒന്ന് തന്നെയാണ് ശീതങ്കൻ തുള്ളൽ എന്ന് പറയുന്നത്. ശീതങ്കൻ തുള്ളലിന്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ആ ഒരു വസ്ത്രധാരണ
ഉദാഹരണത്തിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? അതായത് കുരുത്തോലയും മറ്റും ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ് വസ്ത്രത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിനു വേണ്ടിയിട്ട് തുള്ളലിന് വേണ്ടിയിട്ട് രണ്ട് ആളുകൾ, ഒന്ന് ഈ പറയുന്ന മദ്ദളക്കാരനും ഒന്ന് കൈമണിക്കാരനും എപ്പോഴും ഉണ്ടാവും. ഉടുത്തുകെട്ട് ഓട്ടംതുള്ളലിനെ പോലെ തന്നെയാണ് ഉടുത്തുകെട്ടൊക്കെ അല്ലെ? കാരണം അടിഭാഗമൊക്കെ ഓട്ടംതുള്ളലിന് പോലെയാണ്. കുരുത്തോല ചമയങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ തലയില് കൊണ്ട കെട്ടിയിട്ട് അലങ്കാരമായി ഉപയോഗിക്കുന്ന ഒക്കെ കുരുത്തോല തന്നെയാണ്. മുഖത്ത് തുള്ളലിൻ്റെതുപോലെ പച്ചതേപ്പൊന്നും കാണത്തില്ല. ഒന്ന് വായിച്ചു നോക്കുക. അപ്പോ മൂന്ന് തുള്ളലുകൾ: ഓട്ടൻ, പറയൻ, തുള്ളൽ. ഓട്ടൻ, പറയൻ, ശീതങ്കൻ, തുള്ളൽ. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അപ്പോ തുള്ളൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരാൾ പാടുന്നു, അതായത് ആരാണോ അവതരിപ്പിക്കുന്നത് അവർ പാടുന്നു, പിന്നണിക്കാർ ഏറ്റുപാടുന്നു. പിന്നണിക്കാർ നമ്മൾ ശിങ്കിടി എന്നൊക്കെ പറയും. അതായത് രംഗത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് 3 പേരാണ്. അതായത് ഒന്ന് ആരാണോ അവതരിപ്പിക്കുന്നത് അത് ഒരാൾ, മറ്റൊരാൾ കൈമണി കൊണ്ടും മറ്റൊരാൾ മദ്ദളം കൊണ്ടും ഇരിക്കുന്നു. ഇതാണ് പ്രധാനമായും എല്ലാ തുള്ളലിലും ഉണ്ടാവുന്നത്. അടുത്തത് രാവണൻ പിടിച്ച പുലിവാൽ എന്നുള്ളത് നമ്മൾ ആമുഖമായി സൂചിപ്പിച്ച പോലെ ബാലി വിജയം എന്ന ഒരു ഓട്ടംതുള്ളിൽ നിന്ന് എടുത്ത ഭാഗമാണ്. മറ്റുള്ളവരുടെ പ്രശംസ കേട്ട്, അല്ലെ? പ്രശംസ വെറുതെ പൊക്കി പറയുന്നത്, അല്ലെ? നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയുന്ന പോലെ വെറുതെ ആളുകൾ മൂപ്പിക്കുന്നത് കേട്ടിട്ട് ഊറ്റം കൊണ്ട് അവസാനത്തിൽ അപകടം ചാടുന്ന ആളുകൾക്കുണ്ടാകുന്ന തിക്തഫലങ്ങളെ രാവണൻ അനുഭവത്തിലൂടെ ഇവിടെ വരച്ചു കാണിക്കുന്നു. വീണ്ടു വിചാരമില്ലാത്ത പ്രവർത്തികൾ നമ്മളെ വലിയ അപകടത്തിൽ കൊണ്ട് എത്തിക്കും. നാരദന്റെ പ്രശംസകളാൽ മതിമറന്ന രാവണൻ സമുദ്രതീരത്ത് തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന ബാലിയുടെ വാലിൽ കുടുങ്ങുന്ന രംഗം കുഞ്ചൻ നമ്പ്യാർ വളരെ രസമായിട്ട്, സരസമായിട്ട്, വളരെ തമാശയായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ഇപ്പോ രാവണൻ പിടിച്ച പുലിവാലിന്റെ ആമുഖം ഇതാണ്, ബാലി വിജയം എന്നുള്ളതാണ് ഭാഗം. അതിൽ നിന്ന് നാരദന്റെ പ്രശംസ കേട്ട് മതിമറന്ന രാവണൻ സമുദ്രതീരത്ത് എല്ലാ ദിവസവും തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം വാലിൽ പിടിക്കുന്നതും അതൊരു വലിയ അമളിയായിട്ട് പോകുന്നതുമാണ് പാഠഭാഗം. ഇനി അതിലെ പ്രധാന കഥാപാത്രം, കവിതയിൽ വരുന്ന 3 കഥാപാത്രങ്ങൾ ആരെന്ന് നമുക്ക് മനസ്സിലാവണം. ഒന്ന് രാവണൻ. ആരാണ് രാവണൻ? നമ്മൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ വരും, അല്ലേ? 10 തലയുള്ള രാവണൻ, സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ, രാമായണത്തിലെ പ്രധാന കഥാപാത്രമാണ്. ലങ്കാധിപതി രാവണൻ. പൊതുവെ രാവണൻ ഒരു വില്ലനാണ്. എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ രാവണനെ ഭയങ്കര ഇഷ്ടം. എനിക്കെന്നല്ല, പല എഴുത്തുകാരും രാവണനെ നായകനാക്കി ചിത്രീകരിച്ച് കവിത, കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം രാവണൻ എന്ന് പറയുന്ന വ്യക്തി സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം അഹങ്കാരത്തിന്റെ പുറത്തല്ല. സീതയെ ഉപദ്രവിക്കാമായിരുന്നിട്ട് പോലും അത് ചെയ്യാതെ തടവിൽ വെക്കുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവണനെ നമ്മൾ പറയില്ല, രാവണന്റെ നല്ല വശങ്ങളും ഒരുപാടുണ്ട്. നല്ല തികഞ്ഞ ഒരു ശിവഭക്തനായിരുന്നു.
ശക്തിയുള്ള ഒരു കഥാപാത്രമായിരുന്നു. 10 തല എന്ന് പറയുമ്പോൾ 10 ആളുകളുടെ ശക്തിയുമുള്ള ഒരു കഥാപാത്രം. അസുര ചക്രവർത്തി, പുരാതന കാലത്തെ ലങ്കയുടെ അധിപൻ, 10 തലയും 20 കൈകളുമുള്ള ആ രൂപം എല്ലാ ആളുകൾക്കും പരിചിതമാണ്. വിശ്രവസ് എന്ന ബ്രാഹ്മണ മുനിയുടെ മകനായാണ് ജനനം. ദ്വൈത രാജകുമാരി കൈകസി ആയിരുന്നു അമ്മ. തന്റെ മകൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ വരിച്ച് അതിശക്തനായ ഒരു പുത്രനെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ച് എന്ത് ചെയ്തു? ലോകത്തെ രാജാക്കന്മാരൊക്കെ തന്നെക്കാൾ ശക്തി കുറഞ്ഞവരാണെന്ന് കണ്ട് ഒരിക്കൽ മുനിമാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരിക്കൽ വിവ്രസിനെ ഭർത്താവായിട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ജനിച്ച രാവണൻ ഭാഗികമായിട്ട് അസുരനും ഭാഗികമായി ബ്രാഹ്മണനുമാണ് എന്ന് പറയപ്പെടുന്നു. അമ്മ അസുരനും അച്ഛൻ ബ്രാഹ്മണനും. രണ്ടാമത്തെ കഥാപാത്രം ബാലി, അല്ലെ? ബാലി 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 ബാലിയോട് ചേർത്ത് നിർത്തുന്ന പേര് സുഗ്രീവൻ. ബാലി സുഗ്രീവന്മാർ എന്നാണ് പറയുക. അവർക്ക് തമ്മിൽ ഒരു പ്രത്യേകതയുണ്ട്. ബാലിക്കും സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാരാണ്. അതിലുപരി അവർ 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 ഇരട്ട സഹോദരങ്ങളാണ്. രണ്ടുപേരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ഒരുപോലെയായിരുന്നു ഇരുന്നിരുന്നത്. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ വാനര രാജാവായിരുന്നു ബാലി. ഇന്ദ്രന്റെ മകൻ, സുഗ്രീവന്റെ ജ്യേഷ്ഠൻ. ബാലിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിന്റെ പകുതി ശക്തി കൂടി ലഭിക്കും എന്നൊരു വരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ അവരുടെ ശക്തിയുടെ പകുതി ബാലിക്ക് ലഭിക്കുമത്രേ. ബാലി മഹാഗിരികൾ മലകൾ, അല്ലെ? മലകളും കുന്നുകളൊക്കെ അമ്മാനമാടും. വൻ വൃക്ഷങ്ങൾ പറിച്ചൊടിക്കും. അത്രത്തോളം കരുത്തുള്ളവരാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേവേന്ദ്രൻ കൊടുത്ത 100 പൊൻ താമരപ്പൂക്കൾ കൊരുത്ത മാല എപ്പോഴും കഴുത്തിലണിയും. സൂര്യോദയത്തിന് മുൻപേ 4 മഹാസാഗരങ്ങളിലും പോയി തർപ്പണം ചെയ്ത് എന്നും മടങ്ങിയെത്തും. ഇതാണ് ബാലിയെ കുറിച്ച് ചുരുക്കി പറഞ്ഞത്. ഞാൻ അതിലൊരു വരി വിട്ടിരുന്നു. ഏതാന്ന് മനസ്സിലായോ? ബാലിയുടെ മരണം. ബാലിയുടെ മരണം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ബാലിയുടെ മരണ കാരണം, അല്ലെങ്കിൽ ബാലിയെ വധിച്ചത് അയോധ്യ രാജ്യത്തെ രാജകുമാരൻ ശ്രീരാമനാണ്. രാമായണ കഥയിൽ സീതയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം രാവണ നിഗ്രഹത്തിനായി പോകുന്ന ശ്രീരാമന് സഹായം ആവശ്യമായിരുന്നു. അങ്ങനെ എത്തിച്ചേർന്നതാണ് സുഗ്രീവനിൽ. എന്നാൽ ആ സമയം സുഗ്രീവനാകട്ടെ ബാലിയുമായി വഴക്കിട്ട് രാജ്യവുമില്ല ഭാര്യവുമില്ല എന്ന അവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇതിന്റെ പുറകിലുള്ള കഥയൊക്കെ വേറെ കുറെ ഉണ്ട് കേട്ടോ. ബാലിയും സുഗ്രീവനും തെറ്റി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിലുള്ള സുഗ്രീവന്റെ അടുത്ത് നിന്നപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, എനിക്കെങ്ങനെ അങ്ങയെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ ബാലിയെ വധിച്ച് തനിക്ക് തന്റെ കൊട്ടാരം, അധികാരം എന്നിവ കിട്ടുമെങ്കിൽ സഹായിക്കുന്നതിൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല എന്ന് സുഗ്രീവൻ
ശ്രീരാമനോട് പറയുന്നു. അതിൽ പ്രകാരം സുഗ്രീവൻ ബാലിയുടെ അടുത്ത് പോരിന് പോയി. മറഞ്ഞിരുന്നു കൊണ്ട് ശ്രീരാമനും മറ്റു കൂട്ടരും ഇവയെല്ലാം കണ്ടുകൊണ്ടു നിന്നു. പോരിൽ ബാലിയുടെ ആധിപത്യം, അതുപോലെ തന്നെ സുഗ്രീവന്റെ എതിരിടൽ, ഇവ രണ്ടും ഒരുപോലെ തന്നെ കാണാമായിരുന്നു. സുഗ്രീവൻ തളരുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ശ്രീരാമൻ ഇപ്പോൾ ബാലിയെ വധിക്കും, തനിക്ക് വിജയം സുനിശ്ചിതമാണ്. പക്ഷേ യാതൊരു രീതിയിലും ശ്രീരാമന്റെ പക്കൽ നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടായില്ല എന്ന് കണ്ട് പ്രാണരക്ഷാർത്ഥം ഓടി മറയുകയാണ് സുഗ്രീവൻ. അദ്ദേഹം തിരികെ വന്ന് ഒരു ചോദ്യം, അല്ലേ, എന്താ ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എന്ത് പണിയെ കാണിച്ചല്ലേ, നിങ്ങൾ വിശ്വസിച്ചല്ലേ അവിടെ നിന്ന്? കേട്ടോ, താങ്കൾ എന്തുകൊണ്ടാണ്, താങ്കൾ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്തത്, പോരിന് പോയത്? അപ്പൊ ശ്രീരാമൻ അല്പം, അല്ലേ, ഒരു എന്താ പറയാ, വിഷമത്തോടു കൂടി പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങ് ബാലിയുമായി എതിരിടുമ്പോൾ നിങ്ങളിൽ ആരാണ് ബാലി എന്നും ആരാണ് സുഗ്രീവനെന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. രണ്ടും ഇരട്ട സഹോദരന്മാരാണ്, അല്ലെ? അതിനാൽ തന്നെ ആരെയാണ് ഞാൻ അമ്പ ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ശ്രീരാം പറഞ്ഞു, ഒരിക്കൽ കൂടി നിങ്ങൾ പോരടിക്കുക. നല്ല കാര്യം, ഒരു വട്ടം പോയിട്ട് തന്നെ ഇപ്പോ ആകെ പഞ്ചറായിട്ടാണ് വന്നത്, അല്ലേ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ രണ്ടാം തവണ പോരടിക്കാൻ വേണ്ടി സുഗ്രീവൻ പോയപ്പോൾ സുഗ്രീവനെ തിരിച്ചറിയാൻ ശ്രീരാമന് പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം ശ്രീരാമൻ നൽകിയ ഒരു ഹാരം അഥവാ മാല അണിഞ്ഞായിരുന്നു, ശ്രീരാമൻ നൽകിയ ആ ഒരു മാല അണിഞ്ഞായിരുന്നു സുഗ്രീവൻ പോരിന് പോയത്. പോരിനൊടുവിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ അമ്പെയ്യുകയും ശ്രീരാമന്റെ ആ ഒരു അമ്പ് കൊണ്ട്, അസ്ത്രം കൊണ്ട് ബാലി മരിച്ചു വീഴുകയുമായിരുന്നു എന്നാണ് കഥ. അപ്പോ ബാലിയെ പരിചയപ്പെട്ടു, രാവണനെ പരിചയപ്പെട്ടു, മൂന്നാമതൊരാൾ കൂടിയുണ്ട്. ആരാണ് മൂന്നാമത്തെ ആൾ? നാരദൻ. ആ നാരദൻ എന്ന് പറയുന്ന പേരിന് പോലും ഉണ്ട് ഒരു ശൈലി. നാരദൻ എന്ന് പറയുന്നൊരു, അല്ലെ, അവൻ ഒരു നാരദനാണ് എന്ന് പറയുന്ന ഒരു ശൈലി കൂടിയുണ്ട്. എന്താണെന്നറിയോ നാരദന്റെ പ്രത്യേകത? നാരദൻ നമ്മൾ കളിയാക്കി പറയും, നാരദൻ എന്ന് പറയുന്നത് പണ്ടത്തെ ന്യൂസ് ചാനലാണ്, റിപ്പോർട്ടറാണ്. പച്ച മലയാളത്തിൽ പരദൂഷണവും മറ്റും പറഞ്ഞു നടക്കുന്നവനാണ്. ഒരു സ്ഥലത്തെ കാര്യങ്ങൾ അവിടെയും, അവിടുത്തെ കാര്യങ്ങൾ ഇവിടെയും, ഇവിടുത്തെ കാര്യങ്ങൾ അവിടെയും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നാരദനെ പലരും ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ചിത്രത്തിൽ കാണുന്ന പോലെ വേഷഭൂഷാദികളൊക്കെ ഏകദേശം അതേപോലെ, കൈകളിലും കഴുത്തിലുമൊക്കെ പുഷ്പഹാരങ്ങൾ അണിഞ്ഞ് നാരായണ നാരായണ എന്ന് പാടി നടക്കുന്ന ഒരു കഥാപാത്രം. എല്ലാ ആളുകളുടെ അടുത്തും ഒരുപോലെ സമീപിച്ച് അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രം. ബ്രഹ്മാവിന്റെ പുത്രനായാണ്
ജനനം. അത് ബ്രഹ്മാവിന്റെ മടിയിൽ നിന്ന്. മഹാഭാരതത്തിന്റെ നാരദൻ വേദങ്ങളും ഉപനിഷത്തുകളും അറിയുന്ന, ചരിത്രവും പുരാണങ്ങളും പരിചയമുള്ള, അത്യധികം അറിവുള്ള ഒരു വ്യക്തിയാണ്. ഉച്ചാരണം, വ്യാകരണം, ഗദ്യം, പദ്യം, മതപരമായ ആചാരങ്ങൾ, ജ്യോതിശാസ്ത്രം എന്നീ 6 അംഗങ്ങളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ന്യായത്തിന്റെയും ധാർമ്മിക ശാസ്ത്രത്തിന്റെയും സത്യവും അറിയുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ ഒരു തികഞ്ഞ മാസ്റ്റർ ആയിട്ട്, എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നു. ആകെ കൂടി ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ കാര്യം അവിടെ, അവിടുത്തെ കാര്യം ഇവിടെ, ഇങ്ങനെ പോയി പറയുന്നു, അത് മാത്രം. നമ്മുടെ കഥയിലും അല്ലെങ്കിൽ നമ്മുടെ കവിതയിലും മറ്റൊന്നല്ല കാര്യം. അപ്പോ കവിതയിലേക്ക് കടക്കാം. നമ്മുടെ രാവണന്റെ അടുത്താണ് ഇപ്പോൾ ഈ നാരദൻ ഉള്ളത്. നാരദൻ പറഞ്ഞത് പ്രകാരം ബാലിയെ നേരിടുവാനായി ചെല്ലുന്ന രാവണൻ. വരികളിലേക്ക് കടക്കാം. പ്രൗഢനാം നാരദന്റെ ചാട്ടുമൊഴികൾ കേട്ടു മൂഢമതിയാമവൻ രൂഢമഥനനായി തീർന്നു. പ്രൗഢനായ, വളരെയധികം പ്രൗഢനായ, വളരെ ശ്രേഷ്ഠനായ നാരദൻ വളരെ ശ്രേഷ്ഠനാണ്. അദ്ദേഹം പറയുന്ന എല്ലാവരും വിശ്വസിക്കും. അദ്ദേഹത്തിന്റെ ചാടുമൊഴി എന്ന് പറഞ്ഞാൽ മോഹനമായ സംസാരം, ആരെയും മയക്കുന്ന വാക്കുകൾ, പ്രിയപ്പെട്ട വാക്ക്, ഇത് പൊക്കി പറയാ, അതിന് സിമ്പിളായി പറഞ്ഞ. ഇവയെല്ലാം കേട്ട് മൂഢമതിയാമവൻ, അധികം മതി, മൂഢമതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. മൂഢ അറിയാലോ, മൂഢൻ, ബുദ്ധിയില്ലാത്ത, വിഡ്ഢി, വിഡ്ഢിയായ ബുദ്ധിയോടുകൂടിയ അവൻ. ആരാണ് അവൻ? രാവണൻ. രൂഢമഥനനായി തീർന്നു. എന്ത് ചെയ്തു? നമ്മള് രാവണന്റെ പല പോസിറ്റീവും അല്ലെങ്കിൽ പല ഗുണങ്ങളങ്ങളും പറയുമ്പോഴും രാവണൻ തികഞ്ഞൊരു അഹങ്കാരി ആയിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. രാവണൻ ഒരു അഹങ്കാരം, ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന്റെ കഴിവുകളിൽ അവൻ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. അപ്പോ ഇവിടെ നാരദന്റെ ചാടുമൊഴികൾ കേട്ട് ഇവിടെ രാവണനും എന്ത് ചെയ്തു? രൂഢമഥനനായി തീർന്നു. രൂഢൻ, അഹങ്കാരി, ദൂരഹങ്കാരി, അതായത് രൂഢമായ അഹങ്കാരത്തോടു കൂടിയവൻ എന്നർത്ഥം. പ്രൗഢബലൻ ബാലിയുടെ പാടവമോർത്തിയിടാതെ ചാടിച്ചെന്ന കബീന്ദ്രനോട് അങ്ങോടുത്തുമെല്ലേ കൂടെ കൂടവേ മുനിയോട് കടാക്ഷിക്കയും ഓടിച്ചെന്നടുക്കയും പേടിച്ചിങ്ങൊഴിക്കയും. അതായത് പ്രൗഢബലവാനായിട്ടുള്ള, അതായത് ബാലി എന്ന് പറയുന്ന ആ ബാലിയുടെ ബലം എന്ന് പറയുന്നത് പാടവമോർത്തിടാതെ, അതായത് ബാലിക്കൊരു പാടവുണ്ട്, മീൻസ് കഴിവുണ്ട്, അദ്ദേഹത്തിന്റെ കഴിവ് എന്താണ്? ആരെങ്കിലും എതിരിടാനായി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പകുതി ശക്തി ആർക്ക് കിട്ടും? ബാലിക്ക് കിട്ടും. ഈ പാഠവമൊന്നും ഓർക്കാതെ, ഈ ഒരു കഴിവിനെ കുറിച്ച് ഓർക്കാതെ ചാടിച്ചെന്നു, എടുത്ത് ചാടിച്ചെന്ന കബീന്ദ്രനോട് അങ്ങടുത്തുമില്ലേ. മൂപ്പര കബീന്ദ്രന്റെ അടുത്ത്, കബി എന്ന് പറഞ്ഞാൽ കബീഷ് എന്നൊക്കെ പറയല്ലേ, കബി, വാനരൻ അല്ലെങ്കിൽ കുരങ്ങ് എന്നുള്ളതിന് അർത്ഥം. വാനര ശ്രേഷ്ഠനാണ് ബാലി. കബീന്ദ്രൻ എന്ന് പറഞ്ഞാൽ കബി അധികം ഇന്ദ്രൻ, അതായത് കബീന്ദ്രൻ എന്ന് പറയുന്നത് വാനര രാജാവ്, വാനര ശ്രേഷ്ഠൻ അല്ലെങ്കിൽ കുരങ്ങന്മാരിലെ ശ്രേഷ്ഠൻ എന്നൊക്കെയാണ് അർത്ഥം. അതായത് ബാലിയുടെ അടുത്തേക്ക് ചെന്നു മെല്ലെ. എന്തൊക്കെയായാലും ഉള്ളിൽ ഒരു പേടിയുണ്ട് എന്നുള്ളത് വരികളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. അതുകൊണ്ടാണ് കൂടെ കൂടെ മുനിയോട് കടാക്ഷിക്കുക, നോക്കുക, ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നതിനാണ് കടാക്ഷിക്കുക എന്ന് പറയാം. കൂടെ കൂടെ നാരദനോട് ഇങ്ങനെ നോക്കുന്നുണ്ട്, അത് അവിടെ ഇല്ലേ, എന്താ ചെയ്യേണ്ടത്? ഓടിച്ചെന്നടുക്കയും പേടിച്ചിങ്ങൊഴിക്കയും. ഒന്ന് മുൻപോട്ട് പോകും, ഒന്ന് പുറകോട്ട് വലിയും, ഒന്ന് മുൻപോട്ട് പോകും, ഒന്ന് പുറകോട്ട് വലിയും.
അല്ലേ? ഒരു പേടി. ഇത്രയും വലിയ ആളൊക്കെയാണ്, പക്ഷേ എതിരിടാൻ പോകുന്ന ആളും അത്ര മോശമൊന്നല്ല. അതുകൊണ്ട് ഒരു പേടി അവിടെ കുടുങ്ങി കിടപ്പുണ്ട്. എന്നാലും മുൻപോട്ട് പിൻപോട്ട്, മുൻപോട്ട് പിൻപോട്ട്, ഇങ്ങനെ പലവട്ടം ഓങ്ങിയും ഉടനിങ്ങ് വാങ്ങിയും ഉള്ളിൽ ഭയം തിങ്ങിയും അത്ര കണ്ടാൻ. അതായത് ഈ പറയുന്ന പലതവണ അങ്ങോട്ട് ഓങ്ങാണ്, പോകാൻ വേണ്ടി ആയിരുന്നു, പിന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ട്, അല്ലേ? തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. ഭയം തിങ്ങിയും അത്ര കണ്ടാൻ. അപ്പൊ മനസ്സിലൊരു ഭയം എന്ത് ചെയ്തു? ഉണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിൻവാങ്ങുന്നു, മുൻപിലോട്ട് പോകുന്നു, പിൻവാങ്ങുന്നു. ഇങ്ങനെ ചെയ്ത് 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 മനസ്സിനുള്ളിൽ ഒരു ഭയമുള്ളത് കൊണ്ടാണ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചങ്ങാതിയാകും മുനി തിങ്ങിന രസം പൂണ്ടു ഭംഗിയിൽ പറയുന്നു ലാങ്കൂലം പിടിയെന്നും. ചങ്ങാതിയാകുന്ന മുനി എന്ത് ചെയ്യാണ്? ഇതൊക്കെ കണ്ടിങ്ങനെ രസം കൊണ്ട് നിൽക്കുക. അയ്യോ എന്താ രസം, അല്ലേ? മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശ. രസം പൂണ്ടുകൊണ്ട് മുനി, നാരദ മുനി അത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഭംഗിയിൽ പറയുകയാണ് ലാങ്കൂലം പിടി. ലാങ്കൂലം, വാല്. അതായത് വാനരന്മാർക്ക് ശക്തി എവിടെയാ? വാലിലാണ്. അതുകൊണ്ട് വാലിൽ ആദ്യം പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. ഒന്നും നോക്കിയില്ല, തൊണ്ടൻ രാജാവാണെന്നും തൊണ്ടൻ രാവണനൊന്നും മിണ്ടാതടുത്തു പിമ്പെ നീണ്ടു തടിച്ച വാൽ കരം കൊണ്ടു പിടിച്ചുപോയി. തൊണ്ടൻ രാവണനൊന്നും, അല്ലെ? ആ പേര് തന്നെ അറിയാം, തൊണ്ടൻ, മരമണ്ഡൻ, അല്ലെ? വിഡ്ഢി എന്നർത്ഥം. അതായത് മടയൻ, ബുദ്ധിശൂന്യനായ രാവണൻ ഒന്നും മിണ്ടാതെടുത്തു. ഒന്നും മിണ്ടില്ല, എടുത്തു ചാടിയോ ഒന്നോ, അല്ലെ? പറഞ്ഞു കേട്ടു. എന്തൊരനുസരണം! രാവണൻ ഒന്നും മിണ്ടാതടുത്തു, അടുത്ത് ചെന്നു, മിണ്ടാതെ പതുക്കെ പതുക്കെ അടുത്ത് ചെന്നു. പിന്നീട് നീണ്ടു തടിച്ച വാൽ, അവിടെ കണ്ട ബാലിയുടെ നീണ്ടു തടിച്ച വാൽ കരം കൊണ്ട് പിടിച്ചു പോയി. ഒന്നും നോക്കിയില്ല, ഈ പറയുന്ന ബാലിയുടെ നീണ്ടു തടിച്ച ആ ഒരു വാൽ ഒരു കരം ഉപയോഗിച്ച്, കരം മീൻസ് കൈ, കൈ കൊണ്ടൊന്ന് പിടിച്ച് പോയി. അടുത്ത വരിയിലേക്ക് നോക്കാം. ഒരു കൈ കൊണ്ട വാനരനവനുടെ പെരിയൊരു വാലു പിടിച്ചൊരു സമയേ ഹരിയൊരു സംശയം എന്നേ കരമത് വരിയുന്നു നിജ വാലതു കൊണ്ട്. ഒരു കൈ കൊണ്ട് വാനരന്റെ, അതായത് ബാലിയുടെ പെരിയ, അല്ലെ? വലിയ, അല്ലെ? വലിയ വാല് പിടിച്ചൊരു സമയത്ത് ഹരിക്കൊരു സംശയം. ഹരി എന്ന് പറഞ്ഞാലും നമ്മുടെ വാനരൻ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ കുരങ്ങന്റെ മറ്റൊരു പര്യായമാണ് ഹരി, കവി ഒക്കെ ഉള്ളത്. അപ്പൊ ഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാലി. അപ്പൊ ബാലിക്ക് പെട്ടെന്ന് വാലിൽ ആരോ തൊടുന്ന പോലൊരു സംശയം, അല്ലെ? ആരാണ് എന്റെ വാലില് പിടിക്കണേ എന്നൊരു സംശയം. അത് കണ്ട ഉടനെ തന്നെ വരിയുന്നു നിജ വാലത് കൊണ്ട്. വരിയ, ചുറ്റനർത്ഥം, അല്ലെ? ഒന്നും നോക്കിയില്ല, തന്റെ വാലാരോ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിജവാല്, നിജം എന്ന് പറഞ്ഞ, നിജം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായിരുന്നു. പക്ഷെ നിജം എന്നല്ല, അവിടെ നിജ എന്നാണ്. നിജ എന്ന് പറഞ്ഞാൽ എന്റെ അല്ലെങ്കിൽ തന്റെ എന്നർത്ഥം. തന്റെ വാലുകൊണ്ട്, തന്റെ വാലത് കൊണ്ട് എന്ത് ചെയ്യാണ്? ആ പിടിച്ച കൈ, രാവണന്റെ കൈ വരിഞ്ഞ് മുറുക്കുകയാണ് ചെയ്യുന്നത്. അതുനേരം ദശകന്ധരനവനൊരു ചതിവ് പിണഞ്ഞൊരു ഭാവത്തോടെ ചതുരൻ മുനിയുടെ മുഖമതു നോക്കി ഗതിനി എന്തിനിതി കാട്ടുന്നു. ചതുരൻ മുനിയുടെ മുഖമതു നോക്കി ഗതിനി എന്തിനതി കാട്ടുന്നു. അപ്പോ ആ നേരത്ത് ദശകന്ധരൻ എന്ന് പറഞ്ഞാൽ 10 കഴുത്തോട് കൂടിയവൻ, 10 തലയോട് കൂടിയവൻ, അവനാണ് ദശകന്ധരൻ, അല്ലെ? അതായത്
രാവണനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചതിവ് പിണഞ്ഞൊരു ഭാവത്തോടു കൂടി ഈ എന്നെ പറ്റിച്ചീലടാ എന്നുള്ള രൂപത്തില്, അല്ലേ, എന്തോ എന്നെ ചതിച്ചതാണോ എന്നൊരു ഭാവത്തോടു കൂടിയിട്ട് ആരെ നോക്കുന്നുണ്ട്? എന്നെ മനഃപൂർവ്വം കൊടുക്കാനല്ലേ താങ്കൾ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് മുനിയെ എന്ന രൂപത്തിൽ ഒരു മുഖഭാവത്തോടു കൂടി എന്ത് ചെയ്യാണ് അദ്ദേഹം ഈ പറയുന്ന ചതുരൻ മീൻസ് സാമർഥ്യമുള്ളവൻ, മിടുക്കനായ മുനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഈ ഗതി ഇനി എന്തിനെതി കാട്ടുന്നു, എന്നോട് എന്തിനാണ് ഇപ്രകാരം ചെയ്തത്, അല്ലേ? കാരണം എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ നോക്കിയ സമയം അദ്ദേഹത്തിന്റെ മറ്റൊരു വാക്യം, മറ്റൊരു വചനം, ആദ്യം പറഞ്ഞു ഒരു കൈ കൊണ്ട് പിടിക്കാൻ, വീണ്ടും അതാ മറുപടി, ഇനി മറ്റേ കൈ കൊണ്ട് പിടിപ്പാൻ മുനി തെറ്റെന്ന് വിളിച്ചു പറഞ്ഞു. അതായത് ഇനി അതായത് ഒരു കൈ കൊണ്ടല്ലേ പിടിച്ചിട്ടുള്ളൂ, നിനക്ക് ഒരു കൈയല്ലേ ഉള്ളൂ, രണ്ടാമത്തെ കൈയില്ലേ, ആ രണ്ടേ കൈ അല്ലെങ്കിൽ മറ്റേ കൈ, രണ്ടാമത്തെ കൈ കൊണ്ട് പിടിപ്പാൻ മുനി തെറ്റെന്ന് പറഞ്ഞ ഇവിടെ റോങ് അല്ല കേട്ടോ, തെറ്റ് മീൻസ് പെട്ടെന്ന്, അല്ലേ? മൂപ്പരെന്ത് ചെയ്തു? ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയുകയാണ്, ഈ മറ്റേ കൈ കൊണ്ട് പിടിക്ക് എന്ന് പറഞ്ഞു. ഒരു കൈ ചുറ്റി വരിഞ്ഞപ്പോ മറ്റൊരു കൈ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? വാലിൽ പിടിക്കുക. നിനവേറ്റം കുറയുന്നൊരു രാവണ മനമേറ്റം പുനരൊന്നു തെളിഞ്ഞു. രണ്ടാമത്തെ കൈക്കൊണ്ടത ദശകണ്ഠൻ വാലു പിടിച്ചൊരു സമയേ രണ്ടു കരങ്ങളും ഒരുമിച്ചതവാൽ കൊണ്ടുമുറുക്കി വരിഞ്ഞിതു ബാലി. അതാ കിടക്കണു. ഒരു കൈ അവിടെ ബ്ലോക്കാണ്. ഇപ്പൊ മുനി എന്ത് ചെയ്യാണ്? ഒരു കൈ കൊണ്ട് പിടിച്ചാ പോരാ, രണ്ടാമത്തെ കൈ പിടിക്കണം എന്ന് പറഞ്ഞപ്പോ യാതൊരു നിലവും ഇല്ലാതെ, യാതൊരു ചിന്തയും ഇല്ലാതെ രാവണൻ എന്ത് ചെയ്തു? പുനരൊന്നു തെളിഞ്ഞു. മറ്റൊരു ഐഡിയ ആണ് തെളിഞ്ഞു, അല്ലെ? വീണ്ടും രാവണൻ എന്താണ്? രാവണൻ വീണ്ടും ചിന്തിക്കുകയാണ്. അതായത് സത്യം പറഞ്ഞാൽ ചിന്താശക്തി കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ചിന്തില്ല, എടുത്തുചാട്ടാണ്. പുനരൊന്നു തെളിഞ്ഞ്, വീണ്ടും മനസ്സിൽ തെളിഞ്ഞ കാര്യം രണ്ടാമത്തെ കൈ കൊണ്ട് പിടിക്കാൻ ഒന്നും നോക്കിയില്ല. രണ്ടാമത്തെ കൈ കൊണ്ടത ദശകണ്ഠൻ വാലു പിടിച്ചൊരു സമയേ, ഒന്നും നോക്കിയില്ല. ദശകണ്ഠൻ അതായത് 10 തലയുള്ള രാവണൻ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന വാല് പിടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വാലും ഒരൊറ്റ പിടുത്തം, രണ്ടാമത്തെ കൈയും ഉപയോഗിച്ച് വാലിനൊരൊറ്റ പിടുത്തം. പക്ഷെയോ ആ സമയേ രണ്ട് കരങ്ങളും ഒരുമിച്ചതവാൽ കൊണ്ടുമുറുക്കി വരിഞ്ഞതു ബാലി. അയ്യ, ഒന്നാമത്തെ കൈ കൊണ്ട് വാലിനെ പിടിച്ചു, വാല് ചുറ്റി ആ കൈയിനെ വരിഞ്ഞു. രണ്ടാമത്തെ കൈ ഉപയോഗിക്കാൻ മുനി പറഞ്ഞു. രണ്ടാമത്തെ കൈ ഉപയോഗിച്ചപ്പോൾ രണ്ടാമത്തെ കൈയും കൂടെ എന്ത് ചെയ്തു? ആ വാല് ഉപയോഗിച്ച് ഇപ്പൊ എന്തായി? രണ്ട് കൈയും അവിടെ ബ്ലോക്കായി. രാവണന്റെ രണ്ട് കൈകളും തന്റെ വാൽ കൊണ്ട് വരിഞ്ഞ് മുറുക്കിയാണ്, അല്ലെ? വരിഞ്ഞ് മുറുക്കുകയാണ് ബാലി. രണ്ടു കരം പണയത്തിലായതു കണ്ടില്ലേ എന്ന് എന്റെ മുനീന്ദ്ര, ചെണ്ട പിണപ്പാൻ തന്നെ നമ്മെ കൊണ്ടിഹ പോന്നു ഭവാനിലേക്ക്. എന്റെ പൊന്നു മുനീന്ദ്ര, അതായത് എന്റെ പൊന്നു നാരദ, എന്റെ രണ്ട് കരവും പണയത്തിലായത് കണ്ടില്ലേ? എന്റെ ഒരു കൈയല്ല, അപ്പൊ രണ്ട് കൈ എന്താണ്? പണയത്തിലാണ്, ബ്ലോക്കാണ്, അല്ലേ? തടസ്സത്തിലാണ്, അല്ലെങ്കിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ചെണ്ട പിണപ്പാൻ തന്നെ നമ്മെ കൊണ്ടിഹ പോന്നു ഭവാനിലേക്ക്. ചെണ്ട പിണയ്ക്ക ഒരുപാട് അർത്ഥമുണ്ട്. ചെണ്ട പിണയ്ക്ക എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടുത്തുക, പരിഹസിക്കുക, ഒരുപാട് അർത്ഥമുള്ളതാണ്. അപകടത്തിൽപ്പെടുത്തുക, ചതിക്കുക, വഞ്ചിക്കുക ഒക്കെ ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്നെ ചതിക്കുവാനാണോ അല്ലെങ്കിൽ വഞ്ചിക്കുവാനാണോ നമ്മെ കൊണ്ടിഹ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ഭവാനിലേക്ക്?
ഭവാൻ ബാലിയിലേക്ക്, ഈ ബാലിയുടെ അടുത്തേക്ക് എന്നെ വഞ്ചിക്കുവാനായി തന്നെ കൊണ്ടുവന്നതാണോ മുനീന്ദ്ര? കാരണം എന്റെ രണ്ട് കരങ്ങളും ഈ തടസ്സപ്പെട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? എന്നെ കുടുക്കിയതാണോ നിങ്ങള് എന്നുള്ള ചോദ്യമാണ് അല്ലെ. എന്നെ പറ്റിച്ച് അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ ഇങ്ങോട്ടേക്ക് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുകയാണ് രാവണൻ നാരദനോട്. അടുത്ത വരി, ഇണ്ടലൊടിഞ്ഞ ഇണ്ടലോടിങ്ങനെ രാവണഭാവം കണ്ടു രസിച്ചു മുനീശ്വരനുജെ നീണ്ടു തടിച്ചൊരു കൈകളതിരുപത് കൊണ്ടും തെരുതരെ എങ്ങു പിടിക്കുക. മൂപ്പർക്ക് മതിയായിട്ടില്ല കേട്ടോ. ആർക്ക്? നാരദനും മതിയായിട്ടില്ല, ഈ പറഞ്ഞ രാവണനും മതിയായിട്ടില്ല. ഇണ്ടൽ ദുഃഖത്തോടെ ഇങ്ങനെ നിൽക്കുന്ന രാവണന്റെ ഭാവം ആലോചിച്ചോക്ക്. വലിയ 10 തലയൊക്കെയുള്ള മനുഷ്യനാണ്. അഹങ്കാരം അങ്ങനെ നിൽക്കുന്നല്ലേ, അഹങ്കരിച്ച് നിൽക്കുന്ന വലിയ ശക്തനാന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ്. ആ ദുഃഖിച്ചു നിൽക്കുന്ന ആ ഭാവം കണ്ടപ്പോ ഈ പറയുന്ന നാരദന് നല്ല രസം. അത് നന്നായിട്ട് കണ്ട് രസിക്കുകയാണ്. അപ്പോൾ മുനീശ്വരൻ ഉജേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു മുനീശ്വരൻ, നിന്റെ 2 കൈയല്ലേ അപകടത്തിലായിട്ടുള്ളൂ അല്ലേ? നീണ്ടു തടിച്ചൊരു കൈകളതിരുപത് കൊണ്ടും തെരുതര എങ്ങു പിടിക്കാൻ. നീ 10 തലയുള്ളവനാണ്. 10 തലയുള്ള നിനക്ക് 20 കൈകളുണ്ട്. നിന്റെ 2 കൈകൾ മാത്രമേ ഇതായിട്ടുള്ളൂ. നിന്റെ 20 കൈകൾ കൊണ്ടും തെരുതര അങ്ങ് പിടിക്കുക. മതിയായിട്ടില്ലല്ലേ? ശരിയാ. ഏതായാലും ഈ 2 കൈ അപകടത്തിലായി. ബാക്കിയുള്ള എല്ലാ കൈകൾ കൂടി 20 കൈകൾ കൂടി ഉപയോഗിച്ച് തെരുതരെ, അല്ലെ, 10 തലയ്ക്ക് 20 കൈകളാണല്ലോ, 2 ഓൾറെഡി, ബാക്കിയുള്ള കൈകൾക്ക് കൂടി ഉപയോഗിച്ച് എന്ത് ചെയ്യാ? തെരുതരെ, തുടരെ എന്ത് ചെയ്യാ? ആണ്ട് പിടിക്കുക, അപ്പം കിട്ടും എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു? അടുത്ത നിർദ്ദേശം ആരിൽ നിന്ന് വന്നു? നമ്മുടെ നാരദനിൽ നിന്ന് വന്നു. നാരദമുനിയുടെ വാക്കുകൾ കേട്ടതി നീരസികൻ നിശിചാരി കുലേന്ദ്രൻ 20 കൈകൾ കൊണ്ടും പരിചൊടു തെരുതരെ വാനു പിടിച്ചൊരു സമയേ രാത്രിഞ്ചരനുടെ ഗാത്രമ ശേഷം കോർത്തു വലിച്ചു വരിഞ്ഞിതുവാലാൽ. ഈ പറയുന്ന മാതിരി ആർക്കെങ്കിലും ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ്, നാരദൻ പറയാനും അതുപോലെ തന്നെ മൂപ്പരത് ചെയ്യാനും. നാരദ മുനിയുടെ വാക്കുകൾ കേട്ട് നീരസികൻ, അല്ലെ, പ്രയാസത്തിലകപ്പെട്ട, രസമൊന്നും ഇല്ലാതിരിക്കുന്ന നിശിചാരി കുലേന്ദ്രൻ എന്ന് പറയുന്നത് രാക്ഷസ ശ്രേഷ്ഠൻ, അതായത് രാക്ഷസ രാജാവ്, അല്ലെ, രാവണൻ തന്നെ. രാവണൻ എന്ത് ചെയ്തു? 20 കൈകൾ കൊണ്ടും, അദ്ദേഹത്തിന്റെ ഒന്നും നോക്കിയില്ല, പറഞ്ഞതല്ലേ, വേറെ രക്ഷയൊന്നുമില്ല, വേറെ മാർഗമൊന്നുമില്ല, 20 കൈകൾ കൊണ്ടും പെട്ടെന്ന് തന്നെ തെരുതെരെ, അല്ലെ, തെരുതെരെ മീൻസ് തുടരെ വാലങ്ങു പിടിച്ചു. നേരത്തെ ഉണ്ടായത് അവസ്ഥ നമുക്കറിയാലോ. ഇവിടെ എന്താ ഉണ്ടായത് നോക്കാം. നേരത്തെ 2 കൈകൾ, ഒരു കൈ കൊണ്ട് പിടിച്ചപ്പോ ഒരു കൈയും, 2ാം കൈ കൊണ്ട് പിടിച്ചപ്പോ 2 കൈയും വാലുകൊണ്ട് ചുറ്റിയ സമയം ഇവിടെ രാത്രിഞ്ചരനുടെ ഗാത്രമശേഷം കോർത്തു വലിച്ചു വരിഞ്ഞിതു വാലിൽ. അല്ലേ? നേരത്തെ 2 കൈകളാണ് പിടിച്ചതെങ്കിൽ ഇപ്പോ രാത്രിഞ്ചരനുടെ, അതായത് രാവണന്റെ ഗാത്രമശേഷം, ഗാത്രം ശരീരം, ഗാത്രം അശേഷം എന്നാണ് കേട്ടോ. ഗാത്രം അധികം, അശേഷം എന്നർത്ഥം. ശരീരം മുഴുവനായി, ഗാത്രം ശരീരം, അശേഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി എന്നർത്ഥം. ഇത്രയും നേരം കൈകൾ മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 20 കൈ ആയപ്പോ മൂപ്പൻ എന്ത് ചെയ്തു? ബാലി എന്ത് ചെയ്തു? ഫുള്ള്, അതായത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ അങ്ങ് കോർത്ത് വലിച്ചു
വരിഞ്ഞിതു വാലാൽ. വാലുകൊണ്ട് ഇത്രയും നേരം കൈകൾ പിടിച്ച അദ്ദേഹം രാവണന്റെ 20 കരങ്ങളും കൂടെ ചേർത്ത് രാവണനെ തന്നെ എന്ത് ചെയ്തു? മൊത്തത്തിൽ വാലുകൊണ്ട് ഒരൊറ്റ വരിഞ്ഞ് മുറുക്കൽ. തീരുമാനമായി അല്ലേ? പക്ഷെ കഴിഞ്ഞോ? ഇല്ല. വരിഞ്ഞതിന് ശേഷം തീർത്ഥസ്നാനം ചെയ്യിപ്പിച്ചു കൃതാർത്ഥനായതു ബാലിയും. അപ്പോൾ നേരെ തീർത്ഥസ്നാനം ചെയ്തു. അതായത് കടൽ തീരത്താണല്ലോ നിൽക്കുന്നത്, ഒന്നുമില്ല, അദ്ദേഹത്തെ പൊക്കിയെടുത്ത് നേരെ എന്ത് ചെയ്തു? തീർത്ഥസ്നാനം, അതായത് വെള്ളത്തില്, ഉപ്പ് വെള്ളത്തിലാണ് മുക്കി എന്നർത്ഥം. അദ്ദേഹത്തെ വാലുകൾ കൊണ്ട് പൂർണ്ണമായും വരിഞ്ഞു മുറുക്കി നേരെ വെള്ളത്തിലേക്ക് മുക്കുകയും പൊങ്ങുകയും. നല്ല രസമുണ്ടാവും അല്ലെ? അപ്പോ കടൽ വെള്ളത്തിൽ അങ്ങ് മുക്കി. അത് കണ്ടപ്പോൾ കൃതാർത്ഥനായി. കൃതാർത്ഥൻ എന്താ? കൃതാർത്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ? തൃപ്തിയാവാന്നർത്ഥം. അപ്പോ ബാലിക്കും അപ്പോൾ എന്ത് ചെയ്തു? കൃതാർത്ഥനായി. മൂപ്പര വെള്ളത്തിൽ മുക്കിയപ്പോ എന്നെ എതിരിടാൻ വന്നല്ലേ, രാവണനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയപ്പോ ബാലിയും അപ്പോൾ സന്തോഷമുള്ളവനായി, മനസ്സണ് നിറഞ്ഞു, കൃതാർത്ഥനായി. അപ്പൊ ഇതാണ് ബാലിയെ എതിരിടാൻ പോയ നമ്മുടെ രാവണന് സംഭവിച്ച മടി. സോ രാവണൻ പിടിച്ച പുലിവാൽ എന്ന് പറയുന്ന കവിതയുടെ സംഗ്രഹം ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞ കവിതാഭാഗം. ആശയം പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോയത്. ബാലി സമുദ്രതീരത്തിരുന്ന് ദർപ്പണം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുരങ്ങിന് വാലിലാണ് ശക്തി കൂടുതൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ബാലിയെ വാലിൽ പിടിക്കാനായിട്ട് നാരദൻ രാവണനെ ധരിപ്പിച്ചു പോവുകയാണ്. ബാലിയുടെ രൂപം കണ്ട രാവണന് ഭയമായി പലതവണ അടുത്തേക്ക് ചെല്ലുകയും പുറകോട്ട് വരികയൊക്കെ ചെയ്തു. ഒടുവിൽ ഒരു വിഡ്ഢിയെ പോലെ ആ വാലിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നാരദൻ നിർദ്ദേശിച്ചു. രാവണൻ ഒരു കൈ കൊണ്ട് പിടിച്ചു, ആ കൈ വാലുകൊണ്ട് വരിഞ്ഞു. രണ്ടാമത്തെ കൈ എന്ത് ചെയ്തു? പിടിക്കാൻ പറഞ്ഞു, അതും ബന്ധനത്തിലായി. രക്ഷപ്പെടാൻ ഇനി എന്ത് വഴി എന്ന് ആലോചിച്ചപ്പോൾ 20 കൈകൾ കൊണ്ടും പിടിക്കാനായിട്ട് നാരദൻ ഉപദേശിച്ചു. കേട്ടപാടി കേൾക്കാത്ത പാതി രാവണൻ അതനുസരിച്ചു. അത് കേട്ടപ്പോൾ ബാലി ആവട്ടെ ആ 20 കൈകൾ മാത്രമല്ല, ദേഹം മുഴുവന് വാലുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ട് നേരെ എന്ത് ചെയ്തു? നമ്മുടെ കടലിൽ അങ്ങ് മുക്കി. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവിതാഭാഗം. അപ്പോ എല്ലാവർക്കും കഥാസാരവും അതുപോലെ തന്നെ കവിതാസാരവും അല്ലെ? കഥയാണ്. ആ കഥ കവിതയായിട്ട് നമ്മൾക്ക് മുൻപിൽ കുഞ്ചൻ നമ്പ്യാർ എത്തിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ തവണയും പറയും പോലെ നന്നായി വായിച്ചു നോക്കുക, സംശയമുള്ള ഭാഗങ്ങൾ കുറിച്ച് വെച്ച് ചോദിക്കുകയും ചെയ്യുക. വളരെ മനോഹരമായ രസകരമായ കുഞ്ചൻ നമ്പ്യാരുടെ വളരെ മനോഹരമായ ഒരു കവിതാഭാഗം ബാലി വിജയം. അതിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾക്കിന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്, രാവണൻ പിടിച്ച പുലിവാൽ. സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.